ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരീരപുഷ്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്നതിനുമായിട്ടുള്ള നല്ലൊരു മരുന്നാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഔഷധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതെന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളെടുക്കുന്ന ഔഷധം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നന്നാറിയാണത്. ഇനി അറിയാത്തവർക്കായിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വളരെ കുറച്ച് ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇലകൾ. ഇതിൻ്റെ വേരും കിഴങ്ങും ഒക്കെ തന്നെ നല്ല ഔഷധമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ ഇലകൾ മാത്രമാണ്. ഇതുപോലാണ് ഇരിക്കുന്നത്. ഒരു വള്ളി പോലെ പടർന്ന് അങ്ങനെ പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ മെലിഞ്ഞ് ഒരു ശരീരത്തിനൊന്നും ഒരു ശേഷിയൊന്നും ഇല്ലാത്ത പോലെയൊക്കെ ഇരിക്കുന്ന കാണും. അവർക്കൊക്കെ നല്ല ശരീരപുഷ്ടി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രക്തം നല്ലതുപോലെ ശുദ്ധീകരിക്കുന്നതിനും, ചിലർക്ക് രക്തത്തിലൊക്കെ അലർജി കാരണം സ്കിന്നിലൊക്കെ നല്ലതുപോലെ ചൊറിച്ചിലും കുരുക്കളും ഒക്കെ രൂപപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഈ നന്നാറിയുടെ ഇലകൾ ഇട്ട് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അല്പം കൂടി അളവ് കൂട്ടിയെടുക്കുക. അതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 അതിൽ കൂടുതലോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഈ തിളപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നേരം എന്തിനാണ് തിളപ്പിക്കുന്നതെന്ന്. ശരിക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഔഷധം മുഴുവനും ആ വെള്ളത്തിൽ ഇറങ്ങി ചെല്ലാനാണ് നമ്മൾ 5 മിനിറ്റ് തിളപ്പിക്കുന്നത്. ഇപ്പം ഞാൻ വെച്ചിട്ട് ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ തിളപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇറക്കി വെച്ചു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആറിയാൽ മതി. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിൻ്റെ ഇലകളൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രക്തത്തിൻ്റെ നിറത്തിലാണ് ഇതിൻ്റെ വെള്ളം നമുക്ക് കിട്ടിയേക്കുന്നത്. ഇലകളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വേകാൻ വേണ്ടിയിട്ടാണ് ഈ 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നിറത്തിലാണ് ഈ വെള്ളം ഉള്ളത്. നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതുകൊണ്ടാണ് ഈ ഒരു നിറം കിട്ടിയിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു അണുനാശിനിയാണ്. അത് നമ്മുടെ ബ്ലഡിലുള്ള അലർജിക്കും മറ്റുമൊക്കെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും ഈ ക്ഷീണം പിടിച്ച പോലെ ഒരു ശരീരപുഷ്ടിയൊന്നും ഇല്ലാത്ത ആളുകൾ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഒരു 1/2 ഗ്ലാസ് വീതം ഇത് കഴിക്കുക. നിങ്ങൾക്ക് ഒരല്പം കൂടുതൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വീതം കഴിക്കാവുന്നതാണ്. ദിവസം ഒരു 2 നേരം വെച്ച് കഴിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ഇത് കഴിച്ച ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഏകദേശം ഒരു 3 ആഴ്ചയെങ്കിലും ആവുമ്പോഴാണ് ശരിക്കും നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് നന്നാറി. പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നൊരു ഔഷധം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്.